സാധ്യമല്ലെന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ സമയം പരിമിതമാണ്. ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് അലൈഹിസ്സലാം പ്രവാചകനാണെന്നുള്ള വാദമുണ്ട്. അദ്ദേഹം ഈസബിന് മറിയമാണെന്ന് വാദിക്കാൻ കാരണം ഈസബിന് മറിയം എന്ന് പറഞ്ഞത് മരിച്ചുപോയി എന്ന് വിശുദ്ധ ഖുർആനും തിരുഹദീസ് കൊണ്ടും തെളിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാമക്കും മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഇമാമ് എന്നാണ്. മിൻകും എന്ന പ്രയോഗം ഖുർആനിൽ 82 സ്ഥലങ്ങളിൽ വന്നത് 2 സ്ഥലങ്ങൾ ആലങ്കാരികമായി പറഞ്ഞതെടുത്താൽ 80 സ്ഥലങ്ങളിലും മുസ്ലിം ഉമ്മത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ വരുന്ന ഇബ്നു മറിയം ഉമ്മത്തിൽ നിന്നാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു. അതും തന്റെ ഉമ്മത്തിൽ വരുന്ന മസീബിന് മറിയമിന്റെ നിറവും അദ്ദേഹത്തിന്റെ മുടിയും ഇങ്ങനെയായിരിക്കുമെന്നും മുമ്പ് വന്ന മസീബിന് മറിയമിന്റെ നിറവും മുടിയും അതിൽ നിന്ന് വ്യത്യസ്തമാണെന്നും ബുഖാരിയിൽ തന്നെ ഹദീസ്, ആവർത്തിക്കപ്പെട്ട ഹദീസിലുണ്ട്. ആ ഉമ്മത്തിൽ വന്ന മസീബിന് മറിയമാണെന്നാണ് ഹദ്റത്ത് മിർസ ഗുലാം അഹമ്മദ് അലൈഹി ഇസ്ലാമിന്റെ വാദം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തുദ്ധരിച്ചുകൊണ്ട് അത് ഇത് എന്ന് പറയുന്ന സലഫി പ്രഭാഷകരോട് എനിക്ക് പറയാനുള്ളത്, മിർസ സാഹിബിന്റെ കിതാബിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു ഈസാ നബി വരുമെന്ന് നിങ്ങൾ പറയുന്നുവല്ലോ, അത് ഖുർആനിൽ എവിടെയുണ്ട് എന്നാണ്. അങ്ങനെ പറയുമ്പോൾ ഫലമാ തവഫൈതനി എന്ന ആയത്തും ഇന്നി മുതവഫീക എന്ന ആയത്തും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമും ബുഖാരിയും കൊടുത്ത ഹദീസിന്റെ വ്യാഖ്യാനങ്ങളും എവിടെ വലിച്ചെറിഞ്ഞിട്ടാണ് ഈസാ നബിയെ ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെ ജീവിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഇതും ജീവിച്ചിരിക്കുന്ന ദൈവമാണ് എന്നല്ലേ സൂറത്തുൻ നഹലിലുള്ള നിങ്ങളെ തൗഹീദ് പഠിപ്പിക്കുന്ന ആയത്ത് പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ നിങ്ങൾ എന്ന് സംബോധന ചെയ്യുമ്പോൾ എന്നോട് വെറുപ്പൊന്നും തോന്നണ്ട, ഇത് ശിർക്കിന്റെ വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അല്പം ശക്തിയായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരും ഭൂമിയിൽ നിന്നാണ് വന്നത്. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിലും ഭൂമിയിൽ നിന്ന് വരുന്ന ആളുകളാണ് വരേണ്ടത്. അതാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വിശ്വാസം. അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തെക്കുറിച്ച് മിർസ ഗുലാം അഹമ്മദ് അലൈഹി ഇസ്ലാം എവിടെയെല്ലാം നബി വരികയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത് പഴയ ഈസാ നബി വരില്ല, അതേപോലെ പുതിയ ശരീഅത്തുമായി ഒരു നബി വരില്ല എന്ന 2 വാക്യങ്ങളിൽ 2-1 വാക്യമില്ലാത്ത ഒരൊറ്റ വാക്യവും മിർസ സാഹിബിന്റെ കിതാബിൽ നിന്ന് ഉദ്ധരിക്കാൻ സാധ്യമല്ലെന്ന് ഖണ്ഡന ഭയമെന്നേ ഞാൻ പറയുകയാണ്. അതിന്റെ വാലും തലയും വെട്ടിക്കൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ ഉദ്ധരിക്കുന്നത്. അത് നേർക്കുനേരെ ഇരുന്ന് ചർച്ച ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. സലഫി തയ്യാറാണെങ്കിൽ മുമ്പോട്ട് വരട്ടെ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുന്നു. എന്റെ നാട്ടുകാരനാണ് അദ്ദേഹം. മിർസ സാഹിബിന്റെ കിതാബിൽ നബി വരില്ല എന്ന് പറഞ്ഞതിന്റെ താഴെ ശരീഅത്തിനെ കുറിച്ച്, ഖുർആനെ കുറിച്ച്, പഴയ ഈസാ നബിയെ കുറിച്ച് ആ ഈസാ നബി വരികയില്ല എന്നല്ലാതെ തന്റെ ഉമ്മത്തിൽ ഒരു പ്രവാചകൻ വരികയില്ലെന്ന് അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല. മറിച്ച് അദ്ദേഹം പറയുന്നതൊക്കെ തന്നെ പൂർവ്വകാലത്തെ ഉമ്മത്തിൽ വന്നൊരു പ്രവാചകന് വരികയാണെങ്കിൽ നുബുവത്തിന്റെ വഹി മുഹമ്മദ് നബിക്ക് നൽകിയതിനു ശേഷം ഖാത്തമുൻ നബിയീൻ മുഹമ്മദ് നബി ആയതിനു ശേഷം ആ ഉമ്മത്തിലൊരു പ്രവാചകൻ ഇങ്ങോട്ട് വരുമ്പോൾ ഖാത്തമുൻ നബിയീൻ അവസാനത്തെ നബി അദ്ദേഹത്താക്കേണ്ടി വരും, അവസാനിപ്പിക്കുന്ന പ്രവാചകൻ അദ്ദേഹത്താക്കേണ്ടി വരും എന്ന അർത്ഥത്തിലാണ്. അതിന്റെ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കരുതെന്നും ഖുർആനും ഹദീസ് കൊണ്ടും ഇതിന് മറുപടി പറയുകയാണെങ്കിൽ അതാണ് പറയേണ്ടതെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സത്യം സത്യമാണെന്ന് മനസ്സിലാക്കുവാനും അസത്യം അസത്യമാണെന്ന് മനസ്സിലാക്കുവാനും സത്യത്തെ ഒട്ടിപ്പിടിച്ച് അതിനെ മാറോട് ചേർത്ത് നിൽക്കുവാനും അസത്യത്തിൽ നിന്ന് ബഹുദൂരം അകന്നു നിൽക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ ഞാനും നിങ്ങളും എല്ലാം പോകേണ്ടത് അള്ളാഹുവിന്റെ തിരുസന്നിധിയിലാണ്. ആ അള്ളാഹു പറഞ്ഞൊരു കാര്യം കൂടി ഓർത്തുകൊള്ളട്ടെ. അള്ളാഹു മിർസ ഗുലാം അഹമ്മദ് അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, ഇന്നി മുഹീനും മൻ അറാദ ഇഹാനതക വ ഇന്നി മുഈനും മൻ അറാദ ഇആനതക. നിന്നെ നിന്ദിക്കുവാൻ ശ്രമിക്കുന്നവരെ ഞാൻ നിന്ദിക്കുന്നവനാണ്, നിന്നെ സഹായിക്കുവാൻ ശ്രമിക്കുന്നവരെ ഞാൻ സഹായിക്കുന്നവരാണ്. ലോകത്ത് 200ഓളം രാജ്യങ്ങളിലുള്ള അഹമ്മദികൾ നിന്നെ സഹായിക്കുവാൻ ശ്രമിക്കുന്നവരെ ഞാൻ സഹായിക്കുന്നവനാണെന്ന് അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞതിന് സാക്ഷ്യമായി പ്രത്യക്ഷത പുലർച്ചയായി നിലകൊള്ളുന്നുവെങ്കിൽ അഹമ്മദിയ ജമാഅത്തിനെ എതിർക്കാൻ വന്നിട്ടുള്ള
ആളുകളുടെ ചരിത്രം നിങ്ങൾ പരിശോധിക്കുക, ആരംഭത്തിൽ നിന്നേ വരെ പരിശോധിക്കുക. ഇന്നി മുഹീനും മന്നറാദൈഹാനത്തക്ക, നിന്നെ നിന്ദിക്കാൻ ശ്രമിക്കുന്നവനെ ഞാൻ നിന്ദിക്കുന്നവനാണെന്ന് അള്ളാഹു പറഞ്ഞ വാക്യവും നിശ്ചയമായും ഇന്നേ വരെ നാളിതുവരെ പുലർന്നിട്ടുണ്ട്. ഇനിയും അത് പുലരാൻ ബാക്കിയുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനോട് കളിക്കരുത്. പറഞ്ഞാൽ നീ സിംഹങ്ങളുടെ മേൽ കൈവെക്കരുത് എന്ന് മിർദാ സാഹിബ് പറയുന്നു. അള്ളാഹുവിൽ നിന്ന് വരുന്നവരെ ലൽക്കാറിന അച്ഛാനഹി, അവരെ വെല്ലുവിളിക്കുന്നത് നല്ലതല്ല. റബ്ബാണ് സത്യം, എന്നെ അയച്ചവൻ റബ്ബാണ്. ആ റബ്ബിനോട് നിങ്ങൾ കരഞ്ഞു ചോദിക്കുക, ആ റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട് സത്യാസത്യ വിവേചനത്തിന് വേണ്ടി ഖുർആനും ഹദീസും നിങ്ങളുടെ മുമ്പിലുണ്ട്, അത് വെച്ച് നിങ്ങൾ ചിന്തിക്കുക എന്ന് ഉപദേശിച്ചുവെങ്കിൽ അത് വെച്ച് ആ ഉപദേശത്തെ സ്വീകരിച്ച് സത്യത്തെ മനസ്സിലാക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. അതിനെ വളച്ചൊടിക്കുവാനോ ഇല്ലാത്തത് പറയുവാനോ അല്ല ശ്രമിക്കേണ്ടത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവാണ് സത്യം, അവനെ മുൻനിർത്തിക്കൊണ്ട് ഹാദിറും നാദിറുമായ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് പറയുന്നു, അവന്റെ എല്ലാ ശിക്ഷകളും ഞങ്ങളിൽ ഇറങ്ങട്ടെ. അതല്ല തിരിച്ചാണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. അള്ളാഹുവിന്റെ ഇടുക്കി തലയിൽ വീഴട്ടെ. ഞാൻ പറഞ്ഞത് അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു. ആ റബ്ബാണ് സത്യം, അവന്റെ ഖുർആനാണ് പറഞ്ഞത്, പ്രവാചകന്റെ വചനങ്ങളാണ് പറഞ്ഞത്. സത്യം പറയുക, എത്തിക്കുക എന്ന കർത്തവ്യം ഞങ്ങളോ ചെയ്യട്ടെ. സന്ദേഹം വിട്ട് സത്യം ഗ്രഹിക്കുവാൻ അള്ളാഹു നിങ്ങളെ തുണക്കട്ടെ. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു പറഞ്ഞു, ബड़ी जोर आवर